ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ പാരൻസിനും കൂടെ ഉള്ളതാണ്. ഈ 25-ാം തീയതി നമ്മുടെ അലോട്ട്മെന്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും എടുക്കേണ്ട ഒരു ഡിസിഷനാണ് എൻ്റെ കുട്ടി സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളത്. അപ്പോൾ അതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ? പെട്ടെന്ന് ജോലി ആവണമായിരിക്കും ചിലരുടെ ലക്ഷ്യം, പെട്ടെന്ന് അല്ലെങ്കിൽ കുറേ ഡിഗ്രീസ് വേണമെന്നുള്ളതായിരിക്കും ചിലരുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ ഏതാണ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സാറ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം എന്നുള്ളത് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാണ്. നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഏതാണ് ആ ഡിസൈഡ് ചെയ്തത് എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അല്ലേ, ശരിക്കും 9ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ 10ാം ക്ലാസ്സിലേക്ക് ആകെ ഒരൊറ്റ സിലബസ് മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സയൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊമേഴ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ചൂസ് ചെയ്യാം. ഇതാണ് 3 ആയിട്ടുള്ള മെയിൻ സ്ട്രീമുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ചോദ്യം. സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അതായത് അയാൾക്ക് വേണമെങ്കിൽ ഡോക്ടർ ആവാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാം, പാരാമെഡിക്കൽ അല്ലെങ്കിൽ നേഴ്സ്. അതായത് ഡോക്ടർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്, ഡോക്ടർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ MBBS ആകാം, BDS ആകാം, അല്ലെങ്കിൽ BHMS, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഡോക്ടറിൽ തന്നെ ഉണ്ട്. അതേപോലെ എഞ്ചിനീയർ ആവുകയാണെങ്കിൽ അവനൊരു CS എഞ്ചിനീയർ ആവാം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമിംഗ് അങ്ങനത്തെ കേസിലേക്ക് പോകാം, അല്ലെങ്കിൽ സിവിലിലേക്ക് പോകാം, അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആ രീതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആ രീതിയിലേക്ക് മാറാൻ വേണ്ടി പറ്റും. ഇനി ഒരു പാരാമെഡിക്കൽ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? സയൻസ് +2 സയൻസ് കഴിഞ്ഞ കുട്ടിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ അവർക്ക് നേഴ്സിംഗിലേക്ക് പോകാം, അല്ലെങ്കിൽ B.Pharm ആ രീതിയിൽ FARM-D അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്, അതിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും. ഇതൊക്കെ പെട്ടെന്ന് ജോബ് ഇടുന്ന കോഴ്സുകളാണ് ഇത് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നത് ഗേൾസ് കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് എന്ത്, പാരാമെഡിക്കൽ കോഴ്സ്. പെട്ടെന്ന് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് അബ്രോഡിലൊക്കെ പോവുകയാണെങ്കിൽ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഭയങ്കര വാല്യൂ ആണ്, ഇന്ത്യയിൽ വാല്യൂ കുറവാണെങ്കിലും. ഓക്കെ, ഉള്ളതുപോലെ പറയണല്ലോ. ഇനി അടുത്ത് BSc കോഴ്സ് ഡിഗ്രികൾക്ക് ചൂസ് ചെയ്യാം. അതായത് +2 സയൻസ് കഴിഞ്ഞിട്ട് ഒരു BSc ബാച്ചലർ ഓഫ് സയൻസ് ആയി മാറാൻ പറ്റും. അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോളജി, അങ്ങനെ ഇഷ്ടം പോലെ സയൻസ് കോഴ്സുകളുടെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി BCom ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് BBA എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചലർ ഓഫ് എനിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, BCom എടുത്തൊരു കുട്ടിക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനി BA അതായത് BA എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി വരും, ബാച്ചലർ ഓഫ് ആർട്സ് ആണ് കേട്ടോ. അതിലെന്ത് വരും, ഹിസ്റ്ററി വരും, ഇംഗ്ലീഷ് വരും, അങ്ങനെ അറബി, ഇഷ്ടം പോലെ കോഴ്സ് 100-110ഓളം കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും. പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നല്ല പോലെ അഡ്മിഷൻ കിട്ടുന്ന. നമുക്ക് ഈ ഒരു എസ്പെഷ്യലി കേരളത്തിലുള്ള കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടുന്നത് ഈ ബാച്ചലർ ഓഫ് ആർട്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതും +2 പഠിച്ചൊരു കുട്ടിക്ക്, +2 സയൻസ് എടുത്തൊരു കുട്ടിക്ക് കിട്ടുന്നതാണ്. പിന്നെ CA അല്ലെ, ചാർട്ടേഡ് അക്കൗണ്ട്, ആ CA നമുക്ക് ACCA ഉണ്ട്, CMA ഉണ്ട്, അങ്ങനെ പല രീതിയിൽ പോകാൻ വേണ്ടി പറ്റും. പിന്നെ LLB ഉണ്ട്, ലോയർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സാറ് ആദ്യമേ നിങ്ങളോട് പറയുന്നത്. ഇനി അപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അവർക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് സയൻസുകാർക്ക് മാത്രം പറ്റുന്നതാണ് ഈ ഡോക്ടർ, എഞ്ചിനീയർ, പാരാമെഡിക്കൽ, BSc എന്ന് പറഞ്ഞാൽ. ബാക്കി ഇപ്പൊ BCom മുതൽ BA, CA, CL, അതായത് BCom, BA, BCom പറ്റും, അതുപോലെ BA. ഓക്കെ, BA എനിക്ക് തോന്നുന്നു കോമേഴ്സ് എടുത്ത കുട്ടിക്ക് പോകാൻ പറ്റും, ഹിസ്റ്ററി എടുത്ത കുട്ടിക്ക് പോകാൻ പറ്റും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CA, ഓക്കെ, അത് കോമേഴ്സ് എടുത്ത ആൾക്കാർ മാത്രമേ പറ്റുള്ളൂ. LLB ഹിസ്റ്ററി ആ രീതിയിൽ പോകുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുക്കുന്നവർക്ക് അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ സയൻസ് എടുക്കുന്നവർക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സാറ് പറയുന്നത്. അപ്പൊ സാറേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇത് കേട്ടപ്പോൾ തന്നെ കുറച്ച് അല്ലെ ഹ്യൂമാനിറ്റീസ് അല്ലെ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹമുള്ളവരെന്ത് ചെയ്യുന്ന കുറച്ച് ചടച്ചു പോയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ നല്ല പോലെ പഠിക്കാനുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നല്ല പോലെ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കമന്റിന്റെ സ്ക്രോൾ പോകുന്നുണ്ട്, ആ സ്ക്രോളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നമ്പർ ഉണ്ടാവും, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. സയൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് സാറ് 100% ഉറപ്പായിട്ട് നമ്മൾ പറയാണ്. നമ്മുടെ കൂടെ നിങ്ങൾ കൂടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ സയൻസിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട. ഓക്കെ, ഇനി വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. സയൻസിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ
ഈ സയൻസ് പഠിച്ചാലുള്ള മറ്റൊരു ഉപയോഗം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ +2 കഴിയുമ്പോഴേക്കും പുതിയ പുതിയ കോഴ്സുകൾ ഇങ്ങനെ വരികയാണ്. ഇപ്പം ഞാൻ +2 കഴിഞ്ഞത് എനിക്ക് 2015 ആ സമയത്ത് ഞാൻ ഈ കോഴ്സുകളുടെ പേര് പോലും കേട്ടില്ല. ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, AI, ഡാറ്റ സെക്യൂരിറ്റി, അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഓരോ വർഷവും പുതിയ പുതിയ കോഴ്സുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, അതായത് ഇതൊക്കെ ഏതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ചൂസ് ചെയ്യുന്നതായിരിക്കും? സയൻസ് എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ സയൻസ് എടുത്തവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടുന്നത്. കാരണം ചിലപ്പോൾ കൊമേഴ്സ് എടുത്താർക്കും ഈ ഒരു കോഴ്സിലേക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സയൻസിൽ കിട്ടുന്ന കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള കാര്യം, മാത്തമാറ്റിക്കൽ സ്കിൽസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ജോബിനൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ പെട്ടെന്ന് ജോബ് കിട്ടുന്ന കേസുകളാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ആലോചിച്ചിരിക്കുക. അപ്പൊ ഇതൊക്കെ സയൻസ് എടുത്ത ഒരു കുട്ടികളുടെ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ് സാറ് പറയുന്നത്. അപ്പൊ സാറേ മറ്റുള്ളവർക്ക് ജോലി സാധ്യതകളും കുറവാണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അല്ലെ, ഇപ്പൊ ഈ സയൻസ് എടുത്ത ആൾക്ക് ഡോക്ടർ, എഞ്ചിനീയർ അതൊക്കെ പ്രൊഫഷണൽ ആണല്ലോ. അവർ മാത്രമാണോ പ്രൊഫഷണൽ? അല്ലടാ. ഇപ്പൊ ഇപ്പൊ CA കൊമേഴ്സ് എടുത്ത ഒരാൾ CA ആയിട്ട് മാറി, അവനെന്താണ്, അല്ലെങ്കിൽ ACC അല്ലെങ്കിൽ CMA ആയിട്ട് എടുത്തു. അപ്പൊ അവരൊക്കെ എന്താണ്, അത് കഴിഞ്ഞ് വരുന്നവരൊക്കെ തന്നെയാണ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതൊക്കെ ഒരു പ്രൊഫഷണൽ ജോബാണ്. അപ്പോൾ ഈ CA അല്ലെങ്കിൽ CMA ഒക്കെ എടുക്കുന്ന ആൾക്ക് ഡോക്ടറിന്റെയും എഞ്ചിനീയറിന്റെയും അതേ സാലറി ഒക്കെ കിട്ടും. അതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആണ്, കാരണം അത്രയ്ക്കും എഫേർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഒരു ടീച്ചർ എന്നുള്ള പ്രൊഫഷൻ ഇതിൽ ആർക്കും ആകാം അല്ലേ. അപ്പൊ ഈ പ്രൊഫഷന്റെ കേസ് നോക്കുമ്പോൾ ഇത് ആർക്കും ആകാം. ടീച്ചർ എടുക്കുന്നത് ഏത് കുട്ടിക്കും ആവാം അല്ലെ. സയൻസ് എടുത്ത ആൾക്കാവാം, കൊമേഴ്സ് എടുത്ത ആൾക്കാവാം, ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്കാവാം, അവർക്ക് ഏക്കും എന്ത് ചെയ്യും, ടീച്ചറാവാം. ഇപ്പൊ കൊമേഴ്സ് എടുത്ത അല്ലെങ്കിൽ സയൻസ് എടുത്ത ഒരാൾക്ക് കൊമേഴ്സിലും ടീച്ചറാവാം. അതാണ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി സയൻസ് എടുത്തവർക്ക് ഹ്യൂമാനിറ്റീസ് എന്ത് ചെയ്യാം, ടീച്ചർ ആവാം. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അത് നിങ്ങൾ ഡിഗ്രി ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. ഇനി അടുത്ത് റിസർച്ച് ഫീൽഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സയൻസിന് മാത്രമാണ് റിസർച്ച് പറ്റുക? അല്ല, നിങ്ങൾക്ക് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ എന്ത് ചെയ്യാം, റിസർച്ച് പറ്റുന്നതായിരിക്കും. വേൾഡ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടും പല രീതിയിലേക്ക് PhD പ്രബന്ധങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? എനിക്ക് തോന്നുന്നത് ഏറ്റവും എൻ്റെ റിസർച്ചിന്റെ കേസിൽ സയൻസിനെക്കാളും കുറച്ചും കൂടെ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഏതായിരിക്കും, ഈ ഒരു ഹ്യൂമാനിറ്റീസിലെ സബ്ജക്റ്റുകളായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊമേഴ്സ് എടുക്കുന്നവർ വളരെ കുറവാണ്. ഓക്കെ, ഇനി ഗവൺമെന്റ് ജോബിന്റെ കേസ് ഇതാണല്ലോ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ജോബ് കിട്ടാൻ സയൻസ് ആണോ കൂടുതൽ എടുക്കേണ്ടത്? ഞാൻ പറയുന്നത് ഇപ്പൊ PSCന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോബിന് അവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്ന സാധനം എന്താണെന്നറിയോ? എനി ഡിഗ്രി എന്നുള്ള. അഥവാ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും ഏറ്റവും കൂടുതൽ അവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയും എനി ഡിഗ്രി എന്നുള്ള. അത് ഏത് കുട്ടിക്കും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഹിസ്റ്ററിക്കായിരിക്കും. കാരണം ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് കുറച്ച് ചരിത്രബോധം ഉണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? ഇനി അടുത്ത സ്കിൽഡ് ലേബർ, അതായത് പല ജോലികളുണ്ട്. ഇപ്പോൾ കാർപ്പൻറ്റർ ആവാം, അതെന്താ മോശം ജോലിയാണോ? ഒരിക്കലുമല്ല. പിന്നെ നമ്മൾ എനിക്കൊന്നും എൻ്റെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതാണ് ഇലക്ട്രീഷ്യന്മാരും പ്ലംബർമാരും. ഒരു മിനിറ്റ് അവർക്ക് ഉണ്ടാവില്ല, ഒഴിവുണ്ടാവാറില്ല. അപ്പം ഇതൊക്കെ എന്താണ്, നമുക്ക് സ്കിൽഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ജോബ്സ് ആണ്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ITIയിൽ അങ്ങനത്തെ ITIയിൽ നിന്നുണ്ട് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചൂസ് ചെയ്യാം. അതിലൊന്നും പ്രശ്നമില്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് ന്യൂ ഇറ ജോബ്സ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഡാറ്റ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സയൻസ് എടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് സാർ എന്ത് പറയുന്നത്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നാളെ അതായത് ശനിയാഴ്ച രാത്രി 23-ാം തീയതി രാത്രി 7 മണിക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടും സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പാരൻസും ജോയിൻ ചെയ്യുക, അതേപോലെ സ്റ്റുഡൻസും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതുകൂടെ ജോയിൻ ചെയ്യുന്ന നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പട്ടർ ഫ്ലോപ്പ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നല്ല സ്ട്രീമിൽ പോവുക, നല്ല ജോബ് വാങ്ങുക, നല്ല പോലെ പഠിക്കുക. ഓക്കെ.